സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരുപക്ഷെ പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ഡിഫിക്കൽട്ടി തോന്നാനും സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ ഈ ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് സെറ്റ് ആക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വൺ ഓഫ് ദ ഫിനാൻഷ്യൽ ഡിസിഷൻ റിലേറ്റ് ടു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യേണ്ട പ്രോഫിറ്റിനെ കുറിച്ച് ഏത് ഡിസിഷൻ ആണ് പറയുന്നത് എന്നാണ്. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്, ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യേണ്ട പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത് ഏത് ഇതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് ഡിസിഷനാണ്? ഫസ്റ്റ് ഡിസിഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ 3 ഡിസിഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്, ഡിവിഡൻഡ് ഡിസിഷൻ ഉണ്ട്, ഫിനാൻസ് ഡിസിഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ 3 ഡിസിഷൻസിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ തന്നിട്ട് എന്ത് ചെയ്യും, അത് ഐഡന്റിഫൈ ചെയ്യണം, അതിന്റെ ഫാക്ടേഴ്സ് എഴുതാൻ. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം 100% ഉറപ്പാണ്. ഓക്കെ, ഫൈൻ. എക്സ്പ്ലെയിൻ എനി 7 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിസിഷൻ. ഈ തീരുമാനത്തെ അഫക്ട് ചെയ്യുന്ന 7 ഫാക്ടേഴ്സ് എഴുതാനായിട്ടാണ് പറയുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം, അപ്പം ഒരു പ്രാവശ്യം ഡിവിഡൻഡ് ഡിസിഷൻ ആണ്, പിന്നെ ഫിനാൻസ് ഡിസിഷൻ ആണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇത് മാറി മാറി എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഫാക്ടേഴ്സ് 3 കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ 3 എണ്ണത്തിനെ പഠിച്ചു വെക്കണം. ആദ്യമേ എന്താണ്, നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷന്റെ ഫാക്ടേഴ്സ് നോക്കാം. ഒന്നാമത്തെ കോസ്റ്റ്, എത്രമാത്രം. ഫിനാൻസ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ ഏത് സോഴ്സ് ഓഫ് ഫണ്ടാണ് ചൂസ് ചെയ്യുന്നത് ബിസിനസ്സിലേക്ക്. ഓക്കെ, ബാങ്കിൽ നിന്ന് എടുക്കണോ, അല്ലെങ്കിൽ പബ്ലിക് ഡിപ്പോസിറ്റ് വേണോ, കൊമേഴ്ഷ്യൽ പേപ്പർ വേണോ, ഇക്വിറ്റി വേണോ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ വേണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പൊ അതിന് എത്രമാത്രം കോസ്റ്റ് വരും എന്ന് ആശ്രയിച്ചിരിക്കും നമ്മൾ ഏത് ഫിനാൻസ് വേണോ ചൂസ് ചെയ്യാൻ. എത്രമാത്രം റിസ്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ നോക്കും. ഓക്കെ, അപ്പൊ റിസ്ക് കുറഞ്ഞ കാര്യം നമ്മൾ ഏത് നോക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഒരു സോഴ്സ് ഓഫ് ഫണ്ട് ഒരു 10 ലക്ഷം രൂപ ബിസിനസ്സിലോട്ട് എടുക്കുവാണെങ്കിൽ അതിന് എത്ര രൂപ നമുക്ക് ചെലവ് വരും. ഓക്കെ, അപ്പൊ 10 ലക്ഷം രൂപ നമുക്ക് വേണമെങ്കിൽ അതിന് 2 ലക്ഷം രൂപ ചെലവ് വരുമെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. റൈറ്റ്, അപ്പൊ ഒരു സോഴ്സ് ഓഫ് ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ അത് കിട്ടാൻ എത്രമാത്രം ചെലവാകും നോക്കും. ക്യാഷ് ഫ്ലോ പൊസിഷൻ, ബിസിനസ്സിലേക്കുള്ള ക്യാഷ് ഫ്ലോ എങ്ങനെയുണ്ട്, ബിസിനസ്സിലേക്ക് ഇൻഫ്ലോ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കത് പ്രോഫിറ്റബിൾ ആയിട്ട് മാറും. അല്ലെങ്കിൽ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ ചൂസ് ചെയ്യും. അടുത്ത ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, എത്രമാത്രം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് മന്ത്ലി നമുക്ക് എത്രമാത്രം ചെലവുകൾ വരുന്നുണ്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോഴ്സ് ഓഫ് ഫണ്ട് ചൂസ് ചെയ്യും. കാരണം അതനുസരിച്ചാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങൾ നമുക്ക് പേ ചെയ്യേണ്ട വരുന്നത്. ഇനി കൺട്രോൾ, ഇക്വിറ്റി ഷെയർ തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ ഇക്വിറ്റി ഷെയർ വാങ്ങുന്നയാൾ ബിസിനസിന്റെ ഓണർ ആയിട്ട് മാറുകയാണ്, അയാൾക്ക് ബിസിനസിന്റെ കൺട്രോൾ പോകും. അപ്പൊ നമുക്ക് ബിസിനസിന്റെ കൺട്രോൾ കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ അവിടെ ചൂസ് ചെയ്യില്ല. അടുത്ത കാര്യം എന്താ, സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എന്താണെന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോഴ്സ് ഓഫ് ഫണ്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഫിനാൻസ് ഡിസിഷനെ നമ്മൾ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവിഡൻഡ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഏതാണ് ഡിവിഡൻഡ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ എമൗണ്ട് ഓഫ് ഏർണിങ്സ്, എത്രമാത്രം എമൗണ്ട് നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ ഡിവിഡൻഡ് അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഇഷ്ടംപോലെ ഡിവിഡൻഡ് കൊടുക്കും. ഓക്കെ, രണ്ടാമത് സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ്. നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഒരു ഏർണിങ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുന്നത് നമ്മൾ വല്ല പിശുക്ക് കാണിക്കോ? ഇല്ല, അവർക്ക് നമ്മൾ പൈസ കൊടുക്കും. അടുത്ത ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ഗ്രോത്ത് ഫേംസ് റീറ്റെയിൻ ഏർണിങ്സ് ഫോർ എക്സ്പാൻഷൻ. എന്നിട്ട് ബിസിനസിന് നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബിസിനസ്സിൽ പൈസ റീറ്റെയിൻ ചെയ്യാനേ നോക്കുള്ളൂ. അല്ലെ, ഷെയർ ഹോൾഡേഴ്സ് എല്ലാം കൂടെ വീതിച്ച് കൊടുക്കാണ്ട് ആ പൈസ ഉപയോഗിച്ച് ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. ദെൻ നെക്സ്റ്റ് ഓൺ ക്യാഷ് ഫ്ലോ പൊസിഷൻ. അല്ലെ, എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. ബിസിനസ്സിലേക്ക് നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡിവിഡൻഡ് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഹൈ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. കറന്റ് ആൻഡ് പാസ്റ്റ് ഏർണിങ്സ്. അല്ലെ, ജസ്റ്റ് ഈ ഒരു മന്തിലെ ഏർണിങ്സ് മാത്രം നോക്കിയിട്ടല്ല നമ്മൾ തീരുമാനം എടുക്കുന്നത്. നമുക്ക് പാസ്റ്റിൽ എത്ര ഏർണിങ്സ് ഉണ്ട്, കറന്റ് എത്ര ഏർണിങ്സ് ഉണ്ട്, ഇത് കൂടുവാണോ കുറയുവാണോ എന്നൊരു കാര്യം നമ്മൾ നോക്കിയിട്ടാണ് ഡിവിഡൻഡ് എങ്ങനെ പോകണം എന്ന കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഹൈ ഡിവിഡൻഡ് വേഴ്സസ് റീറ്റെൻഷൻ. ഓക്കെ, അതായത് കമ്പനീസ് രണ്ടും ബാലൻസ് ചെയ്യാൻ നോക്കും. ഒരു 10 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ 5 ലക്ഷം രൂപ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്താൽ ബാക്കി 5 ലക്ഷം രൂപ ബിസിനസ് റീറ്റെയിൻ ചെയ്താൽ ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ടായിരിക്കും ഏത് ബിസിനസ്സും നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഫൈൻ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒന്നാമത്താണ് ക്യാഷ് ഫ്ലോ. അല്ലെ, ബിസിനസ്സിലേക്ക് ക്യാഷ് ഫ്ലോ എന്ന് വെച്ചാൽ ബിസിനസ്സിലേക്ക് ഫണ്ട് ഒഴുകുന്നതിനാണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ ബിസിനസ്സിലേക്ക് ബിസിനസ് ചെയ്ത് പോകുന്ന ഫണ്ട്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ഇൻഫ്ലോ ഉണ്ട്, നമ്മൾ ഫണ്ട് എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. റൈറ്റ്, ദ റേറ്റ് ഓഫ് റിട്ടേൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ്സിൽ നമ്മൾ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ എത്രമാത്രം റിട്ടേൺ നമുക്ക് കിട്ടും എന്നൊരു ഫാക്ടർ നമ്മൾ അവിടെ നോക്കും. ഓക്കെ,
ഇനി അടുത്ത കാര്യം എന്താ, റിസ്ക് ഇൻവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബിസിനസ്സിൽ എത്രമാത്രം റിസ്ക് ഇൻവോൾവ് ആണ് എന്നൊരു കാര്യം നോക്കും. ഓക്കെ, അപ്പൊ ഹൈ റിസ്ക് ഒക്കെയാണ് വലിയ ഇൻവെസ്റ്റ്മെന്റ്, റിസ്ക് കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആകും. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ ഇൻവോൾവ്. ഓക്കെ, നമ്മൾ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മൾ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതനുസരിച്ചുള്ള നമ്മുടെ റിട്ടേൺസ് കാര്യങ്ങളെല്ലാം അതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് 3 ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് കൺസെപ്റ്റ് പ്രൊപ്പോസ് ടു മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓക്കെ, എന്താണ് ഓണേഴ്സ് ഫണ്ട്, ബോറോഡ് ഫണ്ടും? ഓക്കെ, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യണം, അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ആൻഡ് ദെൻ അതിന്റെ വേരിയസ് ഫാക്ടേഴ്സ്. ഓക്കെ, ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഫിനാൻഷ്യൽ ഡിസിഷനും അതുപോലെ നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് എന്ത് കാര്യം വരുന്നുണ്ട്, എത്രമാത്രം ഓണേഴ്സ് ഫണ്ട്, ഓണർ എത്ര ഫണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ്സിലേക്ക്, അതുപോലെ എത്ര ഫണ്ട് ബോറോ ചെയ്യുന്നുണ്ട്, ഇത് തമ്മിലൊരു മിക്സ് ആണ് അല്ലെ. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ അഫക്ട് ചെയ്യുന്നത്? ട്രേഡ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ട്രേഡ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു യൂസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ സോ ആസ് ടു ഇൻക്രീസ് ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. അല്ലെ, എത്രമാത്രം ഇക്വിറ്റി ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ അവിടെ നോക്കും. ഓക്കെ, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്ന ഇക്വിറ്റീസ് എത്രമാത്രം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ബോറോ ചെയ്യണോ അതെയോ നമ്മുടെ സ്വന്തം പൈസ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ എന്നുള്ളൊരു കാര്യം. അടുത്ത നമ്മൾ എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫാക്ടറാണ് ക്യാഷ് ഫ്ലോ പൊസിഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന സൈസ് ഓഫ് പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ബിസിനസ്സിലേക്ക് നല്ല രീതിയിൽ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടെങ്കിൽ നമ്മൾ ബോറോ ചെയ്യാനായിട്ട് പോകാവുള്ളൂ അല്ലെ. അല്ലാണ്ട് ബിസിനസ്സിൽ നമുക്ക് കാര്യമായിട്ട് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. കിട്ടുന്നിടത്തുനിന്ന് എല്ലാം ബോറോ ചെയ്ത ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ? അല്ല. അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം ഫണ്ടാണോ ബോറോ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്യാഷ് ഫ്ലോ പൊസിഷൻ. അടുത്ത ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നമ്മൾ നോക്കുന്നത്? ഏർണിംഗ്സ് ബിഫോർ ടാക്സ് അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, ഇൻട്രസ്റ്റും ടാക്സും പേ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്രമാത്രം ഏർണിംഗ്സ് ഉണ്ട് ഡിവൈഡ് ബൈ എത്രമാത്രം ഇൻട്രസ്റ്റ്. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് എന്താ ചെയ്യുന്നത്, നമ്പർ ഓഫ് ടൈംസ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഓഫ് എ കമ്പനി കവർ ദ ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻ. ഓക്കെ, ആ ഇൻട്രസ്റ്റ് എത്ര തവണ നമ്മൾ അടച്ചു തീർക്കണം. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഏർണിംഗ്സ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഇൻട്രസ്റ്റും ടാക്സും എല്ലാം അടയ്ക്കുന്ന പേയ്മെന്റ് എല്ലാം അടയ്ക്കുന്നത് മുതലാകും ഇല്ലയോ എന്ന് നോക്കണ്ടേ. അതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിൽ നോക്കുന്നത്. ഇനി കൺട്രോൾ. ഓക്കെ, കൺട്രോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടാണ്. ഫണ്ട് ബോറോ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആരുടെ നിന്ന് ബോറോ ചെയ്യുന്നു അവർക്കും ബിസിനസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനൊരു അവകാശം അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ എത്രമാത്രം റിട്ടേൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ റിട്ടേൺസ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, ഈസ് ഹയർ ഓൺ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് പൊസിഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് നമ്മുടെ ഡെപ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ധൈര്യമായിട്ട് നമുക്ക് ഫണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്താ ചെയ്യുന്നത്, കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ഇഷ്യൂ ഓഫ് ഷെയർ ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ, എത്രമാത്രം ഷെയർ ആൻഡ് ഡിബെഞ്ചേഴ്സ്, അതായത് ഷെയറോ ഡിബെഞ്ചറോ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ചെലവ് വരുന്നുണ്ട്, അതാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇനി അടുത്താണ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് ഫ്ലെക്സിബിലിറ്റി? ഇഷ്യൂയിങ് ഡിബെഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ഇൻട്രൊഡ്യൂസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, അതായത് പ്രിഫറൻസ് ഷെയറോ ഡിബെഞ്ചറോ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, കാരണം ബിസിനസിന്റെ ഡിസിഷൻ മേക്കിങ്ങിലൊന്നും ആർക്കും അവിടെ കൺട്രോൾ വരുന്നില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം ക്യാപിറ്റൽ സ്ട്രക്ചർ ചോദിക്കുന്നത്. അപ്പൊ മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു 7 ഫാക്ടേഴ്സ് എങ്കിലും എന്ത് ചെയ്യണം, എക്സാമിന് പഠിച്ചു വെച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ രണ്ട് നമുക്കുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ കൂടുതൽ പ്രാവശ്യവും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കണ്ടുള്ളത്. അപ്പൊ നമുക്ക് 4 മാർക്ക് 5 മാർക്ക് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വാട്ട് ഡു യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ? 1 മാർക്ക് ആയി പോകും, പിന്നെ ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്, 4 ഫാക്ടേഴ്സ് എഴുതുന്നതിനായിരിക്കും ചോദിക്കുന്നത്. ഇവിടെ 5 ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. അപ്പൊ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒരു 5 ആണ്. ഓക്കെ, നിർബന്ധമായിട്ടും പഠിച്ചിട്ട് എക്സാമിന് പോകാവുള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ ബിസിനസിന്റെ നേച്ചർ. ഓക്കെ, ബിസിനസിന്റെ നേച്ചർ അനുസരിച്ചിരിക്കും അല്ലെ. അതായത് ഒരു മാനുഫാക്ചറിംഗ് ഫേമൊക്കെയാണ് അതിന് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ബിസിനസിന്റെ ഡെയിലി ഓപ്പറേഷൻസ്. ഓക്കെ, ബിസിനസിന്റെ ഡെയിലി ഓപ്പറേഷൻസ് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് ചെലവാകുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫൈൻ.
അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. ലാർജ് സ്കെയിൽ ബിസിനസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കൂടുതലായിട്ട് ഫണ്ട് അവിടെ ആവശ്യമാണ്. ഇനി ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെ, നമ്മളൊരു മാനുഫാക്ചർ റോ മെറ്റീരിയൽ എത്ര സമയം എടുക്കുന്നു അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ എന്നൊരു കാര്യം അവിടെ മാറ്റർ ചെയ്യും. ഓക്കെ, അപ്പൊ കൂടുതൽ സമയം എടുത്താൽ കൂടുതലായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ആവശ്യമാണ്. ബിസിനസ് സൈക്കിൾ അല്ലെ, നമ്മൾ ബൂം പീരീഡിലേക്കാണെങ്കിൽ ബിസിനസ് നമ്മൾ ധാരാളമായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ എന്ത് ആവശ്യമാണ്, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ആവശ്യമാണ്. സീസണൽ ഫാക്ടേഴ്സ് അല്ലെ, ഓരോ പ്രൊഡക്റ്റ് നമുക്കറിയാം ചില സീസണിൽ ഇപ്പൊ റെയിൻകോട്ട് മഴ സമയത്ത് നമുക്ക് ഡിമാൻഡ് കൂടുതലാണ്, പക്ഷെ അല്ലാത്ത സമയത്ത് അതിന് ഡിമാൻഡ് ഇല്ല. അപ്പൊ സീസണൽ ഫാക്ടേഴ്സ് അനുസരിച്ചിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ. ക്രെഡിറ്റ് അലോഡ്, എത്രമാത്രം ക്രെഡിറ്റ് ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ എത്രമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ ചൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ദെൻ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. ഓക്കെ, റോ മെറ്റീരിയൽസ് എത്രമാത്രം അവൈലബിൾ ആണ് എന്നൊരു കാര്യത്തെ ആശ്രയിച്ചിരിക്കും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. കാരണം റോ മെറ്റീരിയൽസ് എവിടെയാണ്, ഡെയിലി ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കണം. അവൈലബിൾ ആണെങ്കിലല്ലേ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്ത എന്താ ചെയ്യുന്നത്, റെക്കോർഡ് പീരീഡ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, എത്രമാത്രം നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഓപ്പറേഷൻസ് എത്ര നാളത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ദീർഘനാളത്തേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ഓപ്പറേഷൻസിന് എക്സ്പെൻസ് അവിടെ കൂടുതലായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇനി ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ഹൈ ആണെന്ന് ഓർത്ത് നോക്കിയാൽ, കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമാണ്. ഈ ഇൻഫ്ലേഷൻ ആണ് ഒരു സിറ്റുവേഷൻ എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ പൈസയ്ക്ക് മൂല്യമില്ലാത്തൊരു സാഹചര്യമാണ് ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്തേ മതിയാകുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു 10-11 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൊരു 5 ഫാക്ടേഴ്സ് എങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കുന്നത് തന്നെ ഫിക്സഡ് ക്യാപിറ്റലിനെയും ഒരു 5 ഫാക്ടർ എങ്കിലും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലാൻഡ്, മെഷീനറി തുടങ്ങിയ കാര്യങ്ങൾ ഫിക്സഡ് ആണ്. റൈറ്റ്, നമ്മൾ മാറ്റി ഇപ്പൊ ഈ വർഷം ഇവിടെ നമ്മൾ കുറച്ച് ബിസിനസ് ചെയ്തു, അടുത്ത ദിവസം അടുത്ത സ്ഥലത്തേക്ക് മാറ്റുവാണോ, അല്ല, ഫിക്സഡ് ആയിട്ട് ഒരു ലാൻഡ് അവിടെ വേണം, ബിൽഡിംഗ് വേണം. റൈറ്റ്, അപ്പൊ അതിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനെ അഫക്ട് ചെയ്യുന്ന നേച്ചർ ഓഫ് ബിസിനസിന്റെ നേച്ചർ അനുസരിച്ചിരിക്കും. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ലാർജ് സ്കെയിൽ ആണെങ്കിൽ കൂടുതൽ ഫണ്ട് അവിടെ ആവശ്യമാണ്. ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, കൂടുതലായിട്ടുള്ള ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ മെഷീനറി കാര്യങ്ങൾ വേണം. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വേണം. ഗ്രോത്ത് പ്രോസ്പെക്ടസ്, ബിസിനസ്സിന് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എത്രമാത്രം ഉണ്ട്, നല്ല രീതിയിൽ വളർച്ച ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫിക്സഡ് ക്യാപിറ്റൽ നമുക്ക് കൂടുതലായിട്ട് അവിടെ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഡൈവേഴ്സിഫിക്കേഷൻ, ബിസിനസ് എത്രമാത്രം ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട് ഓക്കെ എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് എത്രമാത്രം ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ, കൂടുതലായിട്ട് ടെക്നോളജി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ നമുക്ക് അവിടെ ആവശ്യമാണ്. ഫിനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ്, ഓക്കെ, ബിസിനസ്സിൽ ഫിനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ് എങ്ങനെയുണ്ട്, ഓക്കെ, ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എത്രമാത്രം വേണം. ലെവൽ ഓഫ് കൊളാബറേഷൻസ്, എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസിനെ സംബന്ധിച്ച് കൊളാബറേഷൻസ് എങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നല്ല ലെവൽ ഓഫ് കൊളാബറേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ബിസിനസ്സിനെ ക്യാപിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാനായിട്ടൊക്കെ അവിടെ സാധ്യമാകും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു എന്ത് ചെയ്യുക, ഒരു 5 ഫാക്ടർ എങ്കിലും എന്ത് ചെയ്യുക, വർക്കിംഗ് ക്യാപിറ്റലിനെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇൻ എ ബിസിനസ്? ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റത്തെ ക്വസ്റ്റൻ എന്താണ്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊരു കാര്യമാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഒരു 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തിനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണോ? ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസിന്റെ ഫ്യൂച്ചറിലേക്ക് വേണ്ട തീരുമാനങ്ങൾ എല്ലാം എടുക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബിസിനസ്സിന് വേണ്ട കാര്യമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്, പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ. അടുത്ത ഹെൽപ്പ് ഇൻ കോർഡിനേഷൻ, എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിന് കോർഡിനേഷന് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ കൺട്രോൾ, അല്ലെ, ചുമ്മാ അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് ആവശ്യത്തിന് ഓരോ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കളയും. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട്, ഫിനാൻസ് കൺട്രോൾ ചെയ്യാം. റെഡ്യൂസ് ദ വേസ്റ്റേജ്, എന്ത് ചെയ്യാനായിട്ട് പറ്റും, വേസ്റ്റേജ് നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എൻഷുറിങ് ലിക്വിഡിറ്റി, ആവശ്യ സമയത്ത് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. ഇനി ഒരു എമർജൻസി, പെട്ടെന്ന് ഒരു സർപ്രൈസോ ഷോക്കോ വന്ന ബിസിനസ് നമ്മൾ ഞെട്ടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് അവിടെ ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഡെഫിനറ്റ്ലി ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ചോദ്യങ്ങൾ പഠിച്ചാൽ അപ്പൊ ഏകദേശം മിസ്സിനാണ് കുറെ ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു, മിസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നത്, ഒരു 5 മിനിറ്റ് വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു ചെറിയ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വരികയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ തന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് ദെൻ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഡെഫിനറ്റ്ലി വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റ്.